കേൾക്കുന്നുണ്ടോ? എല്ലാവരും നോക്കി ടെസ്റ്റ് ഓർണോ ഇട്ടേക്കണം ചാറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. സ്ലൈഡ് കാണുന്നുണ്ടോ? സൗണ്ട് ഓക്കെ ആണോ? അതുപോലെ തന്നെ സ്ലൈഡ് ഓക്കെ ആണോ? വീഡിയോ ഓഡിയോ ഓക്കെ ആണോ? ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് രണ്ടും ടെസ്റ്റ് ഓർണോ ഇട്ടേക്കണേ. സ്ലൈഡ് കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? മൊഡ്യൂൾ 1 തന്നെയാണോ കാണുന്നത്? ടോപ്പിക് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ തന്നെയാണോ കാണുന്നത്? പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് ടെസ്റ്റ് ഓർണോ ഇട്ടേ. എവിടേക്കാ പോയേ? സൗണ്ട് മ്യൂട്ട് ചെയ്യണേ. അല്ല, ആരാ അത്? കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ശ്രുതി ഓക്കെ, വിനീത ഓക്കെ, രേഷ്മ ഓക്കെ, അശ്വതി ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ്, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും. നമുക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ന് ഡിഗ്രി ലെവൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരള PSCന്റെ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഫേസിന്റെ എക്സാം ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഫേസ് മെയ് 24, അത് ഇവിടുന്ന് വീണ്ടും ഒരു 34 ദിവസം, 34 ദിവസം, അതായത് ജൂൺ 28 ഉള്ളൂ. സെക്കൻഡ് ഫേസിൽ എക്സാം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേട്ടം ഉണ്ടാകുമെന്ന് സാരം. അപ്പൊ ഇനിമേ നമുക്ക് നോക്കാം. 5 മാർക്കാണ് നമ്മുടെ വിഷയം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്ക് നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബോർഡ് കാണുന്നുണ്ടോ അല്ലേ? IGCR എന്നൊരു ഓപ്ഷനിലെ കാണുന്നത്. ഏവർക്കും കാണുന്നുണ്ടോ ചെക്ക് ചെയ്തേക്കണേ. IGCR എന്നൊരു ഓപ്ഷനാണ് കാണുന്നത് പ്രതീക്ഷിക്കുന്നു. IGCR. അപ്പോൾ അത് ആ നിലവിൽ മുന്നോട്ട് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി എടുത്തിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ. അവസാനം നിർത്തിയിരിക്കുന്ന പോയിന്റ് ഇതാ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്ററാണ്. നമ്മൾ പറഞ്ഞു സൈക്ലോട്രോൺ എന്നൊരു ഇൻസ്ട്രുമെന്റൽ സെഷൻ പറഞ്ഞു. നമ്മൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സുകൾക്ക് ഉപയോഗിക്കുന്ന സൈക്ലോട്രോൺ എന്നൊരു ഇൻസ്ട്രുമെന്റൽ സെഷനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ? സൈക്ലോട്രോൺ എന്നൊരു ഇൻസ്ട്രുമെന്റൽ സെഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ഓരോ പാർട്ടിക്കിൾ, അതായത് ന്യൂക്ലിയർ എനർജി പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾസിന്റെ സ്പീഡുകളെ കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന സ്പീഡ് ആക്സിലറേറ്റർ, സ്പീഡിനെ കൂട്ടാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? ഇവിടെ വരെയാണ് നിലവിൽ നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷനെ പരിചയപ്പെടാം. അടുത്ത നോക്ക്. കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, മുന്നോട്ട് പോവല്ലേ? ക്ലിയർ അല്ലേ? ചാറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് രസോർണോ ഇട്ട് അപ്ഡേറ്റ് ചെയ്തേക്കണേ. റൈറ്റ് ക്ലിയർ അല്ലേ? റൈറ്റ്. നോക്കൂ. അപ്പൊ നോക്കൂ, അടുത്ത നമുക്ക് പഠിക്കാം അറ്റോമിക് എനർജി. അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച്. ഇന്ത്യയിൽ വാണിജ്യപരമായി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പരമായി ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് മൈനിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇന്ത്യയിൽ നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭകരം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്, കോപ്പറേറ്റുകളുടെ ഒരു ബിസിനസ്സാണ് മൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അറ്റോമിക് മിനറൽസ് ആൻഡ് ഡയറക്ടറേറ്റ്, മിനറൽസിന്റെ എക്സ്പ്ലോറേഷൻ, മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച്. അവ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഓർഗനൈസേഷനാണ് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. മിനറൽസിനെ കുഴിച്ചെടുക്കൽ. നോക്കൂ, വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓൾഡസ്റ്റ് യൂണിറ്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഏറ്റവും പഴക്കം ചെന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. തെറ്റരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്.
വിച്ച് വാസ് ദി ഓൾഡസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഏറ്റവും പഴക്കം ചെന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആര്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എപ്പോഴാ? 949 അല്ലേ? ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എപ്പോഴാണ്? 949. എവിടെ ഹെഡ് ക്വാർട്ടേഴ്സ്? ഡൽഹിയാണ്. ഇപ്പോൾ അത് ഹൈദരാബാദിലോട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തുടങ്ങുന്ന സമയത്ത് ഡൽഹി ആയിരുന്നു ആസ്ഥാനം. പ്രസന്റ്ലി ഇറ്റ്സ് റീലൊക്കേറ്റ് ടു ഹൈദരാബാദ്. അവ പഠിച്ചിരിക്കുന്നു അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് ആണ്. പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയും. ഒന്ന്. രണ്ടാമത് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പറഞ്ഞ് ചോദിക്കാം. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ വൺ വേഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാം. അതല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ചോദിക്കാം. ഈ ഒരു 4 ഓർഗനൈസേഷനെ കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം അതിന്റെ. അപ്പം 4 ഓർഗനൈസേഷനെ കൊടുത്തിട്ട് ഇതിന്റെ വർഷങ്ങൾ ചോദിക്കാം. 4 ഓർഗനൈസേഷനെ വർഷങ്ങളെ ഇങ്ങനെ മാച്ച് ചെയ്യാനെ കൊണ്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സുകൾ ചോദിക്കാം. ഞാൻ ഇടയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിവേ ക്വസ്റ്റ്യൻ പല ഫോർമാറ്റിലാണ്. ഒന്നെങ്കിൽ ഈ മാച്ച് ദി ഫോളോയിങ് വെച്ചിട്ട് ഒരു സൈഡിൽ കൃത്യമായ ഓർഗനൈസേഷനും മറു സൈഡിൽ അതിന്റെ വർഷവും മാച്ച് ദി ഫോളോയിങ് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു സൈഡിൽ ഓർഗനൈസേഷനും മറു സൈഡിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും വെച്ച് അവർക്ക് ചോദിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ട് അവർ ചോദിക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ് അബൌട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് എന്ന ഓർഗനൈസേഷനെ പറ്റി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇതായിരിക്കും, ഇറ്റ് വാസ് ദി ഓൾഡസ്റ്റ് യൂണിറ്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ പ്രസ്താവന എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 949. മൂന്നാമത്തെ പ്രസ്താവന ഇറ്റ്സ് ഇനീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ്, തുടക്കത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹി ആയിരുന്നു. പ്രസന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്. 4 പ്രസ്താവന, ഇവിടെ തന്നെ 4 പ്രസ്താവനയുണ്ട്. കഴിയും. വീണ്ടും മുന്നോട്ട് പോകുന്ന വഴിക്ക് പരിചയപ്പെടാം. അടുത്ത് നോക്കണേ, ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി. ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി ആൻഡ് പാർട്ണർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററാണ്. കാരണം ഇന്ന് നമ്മൾ എല്ലാ രാജ്യക്കാരും നോക്കുന്ന ഒരു സംഭവമുണ്ട്, ന്യൂക്ലിയർ എനർജീൻ്റെ ചില ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ, വളരെ രഹസ്യം, എല്ലാ രാജ്യക്കാരും രഹസ്യമായിട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാം എന്ന് പറയുന്നത്. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും പുറത്തു പറയില്ല. ഇപ്പൊ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ഒക്കെയാണ് ശക്തമായ രീതിയിൽ ഇതിനെ അനുകൂലിച്ചു നിൽക്കുന്നത്, ന്യൂക്ലിയർ എനർജി പ്രോഗ്രാമിന്. അപ്പൊ എനിവേ ഇവിടെ നമുക്ക് ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കലി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെന്റർ ആണ് ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി ആൻഡ് പാർട്ണർഷിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിസർച്ച് സെന്റർ ഒന്നും അല്ല, ഇറ്റ്സ് എ മീറ്റിംഗ് ഹോൾ. ജസ്റ്റ് എ മീറ്റിംഗ് ഹോൾ ആണ്. വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ റിസർച്ച് സെന്ററോ അതിനുള്ള എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് കുറെ പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് അത്രേ ഉള്ളൂ. ഒരു ഓഡിറ്റോറിയം പോലെ വലിയൊരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൽ എല്ലാവർക്കും ഇരുന്ന് ചർച്ച ചെയ്യാം, വീഡിയോ കോൾ കണ്ടക്ട് ചെയ്യാം, വീഡിയോ കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ലോകത്തിലുള്ള ന്യൂക്ലിയർ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടും ന്യൂക്ലിയർ എനർജി എതിർക്കുന്നതുമായിട്ടുള്ള എല്ലാ രാജ്യക്കാരെയും വിളിച്ചു വരുത്തൽ, കൃത്യമായി മാസാമാസം അല്ലെങ്കിൽ വർഷം തോറും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് ന്യൂക്ലിയർ എനർജീന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ പ്രോസുകളും കോൺസുകളും കൃത്യമായി മനസ്സിലാക്കൽ, ചർച്ച നടത്തൽ. ഇതാണ് ശരിക്കും ചർച്ചയാണ് നടക്കുന്നത്. ഇത് മാത്രമേ നടക്കുന്നുള്ളൂ, ചർച്ചകൾ നടക്കും. വാട്ട് ഈസ് ന്യൂക്ലിയർ, എന്താണ് ന്യൂക്ലിയർ എനർജി എന്ന് കൃത്യമായിട്ട് എന്താണ്, ചർച്ചകൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ചർച്ചകൾ നടക്കുന്ന ഒരു ഹോളാണ്, ഇറ്റ്സ് എ മിനി ഹോൾ. നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പ് സെന്റർ. ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങോട്ട് ഒരു രാജ്യം സെന്റർ വെക്കുന്നത്. വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പ് സെന്റർ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബഹദൂർ, ഹരിയാനയിലെ ബഹദൂറിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയി വെച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് അതിന് മുന്നിൽ കുറെ ലക്ഷ്യങ്ങൾ വേറെയുണ്ട്. കാരണം അങ്ങനെ വെക്കുന്നത് വഴി ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള രാജ്യങ്ങളുടെ ഐഡിയാസുകൾ ക്യാച്ച് ചെയ്യുക. കാരണം ഇന്ത്യക്കാരല്ല ഇവിടെ കൂടുതൽ മീറ്റിങ്ങിന്. ഇന്ത്യയിലെ 1-2 റെപ്രസെന്റേറ്റീവ്സ് മാത്രമേ കാണൂ. സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, അമേരിക്ക, റഷ്യ എല്ലാ രാജ്യക്കാരും ഉണ്ട്. അപ്പോൾ ഇന്ത്യ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അവരുടെ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാം, അവരുടെ ആശയങ്ങൾ എന്തൊക്കെ നമുക്ക് കടമെടുക്കാം, അങ്ങനെ അവരുടെ കാര്യങ്ങളെ കടമെടുക്കാനായിട്ട് ഇന്ത്യ വെച്ചേക്കുന്ന ഒരു ലൊക്കേഷനാണത്. ശരിക്കും അതാണ് അവിടെ നടക്കുന്നത്. അപ്പം വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി, ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സെന്റർ ഓപ്പൺ ചെയ്യുന്നത്, അത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സെന്റർ ഓപ്പൺ ചെയ്തു. ലോകത്തിലെ തന്നെ ഫസ്റ്റ് ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പ് സെന്റർ ആണ്. ലൊക്കേഷൻ ബഹദൂർക്കാണ്, ഹരിയാനയാണ് ലൊക്കേഷൻ. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വരാറുണ്ട്, ഇന്ന മിനിസ്റ്റർ അവിടെ വിസിറ്റ് ചെയ്തു, ഇന്ന ടീം, അത് റഷ്യ എന്നൊരു മെമ്പർ അവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അഫെയറിൽ വരാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി. ഇപ്പൊ നമുക്ക് KASന്റെ ഒക്കെ മെയിൻസിന് എഴുത്തു പരീക്ഷയുണ്ട്. ആ എഴുത്തു പരീക്ഷയിൽ ചോദിക്കാം വാട്ട് ആർ ദി പ്രോസ്, അല്ലെങ്കിൽ അവിടെ ചോദിക്കാറുണ്ട് ഈ ന്യൂക്ലിയർ എനർജിയെ പറ്റി, അതിന്റെ പുരോഗതിയെ പറ്റി, അതിന്റെ ഡെവലപ്മെന്റ്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഫ്രം ദി വ്യൂ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എഴുതാൻ പറ്റും. KASന്റെ മെയിൻസിന് എഴുത്തു പരീക്ഷ വരുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും പോസിറ്റീവായ ഒരു സ്റ്റെപ്പാണ് ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്.
അതുവഴി വേണമെങ്കിൽ യുദ്ധങ്ങൾ വരെ തടയാൻ കഴിയും. കാരണം വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ നാളെ പെട്ടെന്നൊരു യുദ്ധം വരികയാണെങ്കിൽ അതുവരെ തടയാൻ കഴിയും. കാരണം അടുത്തത് ലോകം ഭയക്കുന്ന ന്യൂക്ലിയർ എനർജി വാറാണ്. അതൊക്കെ തടയാൻ കഴിയുന്ന ഒരു സെന്ററാണ് ഈ സെന്റർ. ഓക്കെ അല്ലേ? വീണ്ടും മുന്നോട്ട് ഇത് പരിശോധിക്കാം അല്ലെങ്കിൽ പരിഹരിക്കാം. അതിൻ്റെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ആ സെന്റർ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് സെന്റർ ഫെസിലിറ്റേറ്റ് ഡെലിബറേഷൻ ആൻഡ് ഡിസ്കഷൻ ഞാൻ പറഞ്ഞില്ല, ഇന്റർനാഷണൽ എക്സ്പേർട്ട്. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ആ ഒരു ഗ്ലോബൽ എനർജി പാർട്ണർഷിപ്പിന്റെ എന്താണ് അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ എക്സ്പേർട്ടുകളുടെ ഡിസ്കഷൻ ഓൺ വേരിയസ് ഇഷ്യൂസ് ഇൻക്ലൂഡിങ് ഇന്നോവേഷൻ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ഒരു പുതിയ റിയാക്ടറിനെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കാരണം ഇതിന് ഒരുപാട് പ്രോസൈഡ് ഉണ്ട്. കാരണം ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആറ്റം ബോംബിനെ ഉണ്ടാക്കാം, രാജ്യങ്ങളെ തകർക്കാം. അതിന്റെ നെഗറ്റീവ് സൈഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്, ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് ഓർക്കുന്നുണ്ടോ? അതൊക്കെ പഠിച്ചിരുന്നു. അതൊക്കെ അതിന്റെ നെഗറ്റീവ് സൈഡാണ്. ഇനി പ്രോ സൈഡ് ഉണ്ട്. ഇതുവഴി എനർജി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, ഇതുവഴി എനർജി ഉണ്ടാക്കിയെടുക്കാം, ഇലക്ട്രിസിറ്റി മേക്ക് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് പ്രോ സൈഡ് ഉണ്ട്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലും എനർജികളും മേക്ക് ചെയ്യാൻ കഴിയും, എനർജി ക്രൈസിസിനെ പരിഹരിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയുള്ള പ്രോസൈഡ് ഉണ്ട്. ആ പ്രോസൈഡ് ഡിസ്കഷൻ ആണ് ഇന്നോവേഷൻ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. പുതിയ റിയാക്ടറിനെ കണ്ടുപിടിക്കുക, ഇന്നോവേഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിളിനെ പറ്റി പഠിക്കുക, ഡെവലപ്മെന്റ് ഓഫ് പ്രോലിഫറേഷൻ ഓഫ് റെസിസ്റ്റന്റ് റിയാക്ടേഴ്സും സെക്യൂരിറ്റി ടെക്നോളജീസ് ആൻഡ് എഫക്ട് ദി റേഡിയേഷൻ എക്സ്പോഷർ. കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് പ്രോസൈഡ് ആണ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റിയെ ഉണ്ടാക്കിയെടുക്കാം, എനർജി ഉണ്ടാക്കിയെടുക്കാം, എല്ലാം പ്രോസൈഡ് ആണ്. ഇതിന്റെ നെഗറ്റീവ് സൈഡ് മറ്റൊന്നുണ്ട്, റേഡിയേഷൻ എക്സ്പോഷർ. നമ്മൾ പലപ്പോഴും തമിഴ്നാട്ടിലെ കണ്ടയാണല്ലോ, പല സംസ്ഥാനങ്ങളിലും കണ്ടയാണ് ഈ ഇഷ്യൂ. സംസ്ഥാനങ്ങളിലൊക്കെ ഈ സമരങ്ങൾ നടക്കുന്നുണ്ട് ന്യൂക്ലിയർ റിയാക്ടറിനെതിരെ. ശരിയല്ലേ? കൂടംകുളത്തൊക്കെ. കാരണം എന്താണ്? കാരണം ഇതിൽ നിന്ന് പുറത്തു വരുന്ന ഇതുണ്ട്, റേഡിയേഷൻ. ആ റേഡിയേഷൻ ഒരു പക്ഷേ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന റിവർ സോഴ്സുകൾക്കും പ്രശ്നം ഉണ്ടാക്കാം, കിലോമീറ്റർ കണക്കിന് പ്രശ്നം ഉണ്ടാക്കാം. അങ്ങനെ ഒരു പ്രശ്നം കൂടെ പരിഹരിക്കാനെ കൊണ്ടാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ ന്യൂക്ലിയർ റിസർച്ച് സെന്ററുകൾ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? രാജസ്ഥാൻ മരുഭൂമി. ശരിയല്ലേ? ഇന്ത്യയുടെ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എവിടെയാണ്? ഇന്ത്യയുടെ ആണവ ടെസ്റ്റിംഗ് പരീക്ഷണശാല രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഏക്കർ കണക്കിന് നടക്കുന്ന മരുഭൂമി ഏരിയയിലാണ്. അതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യ അതിർത്തി എന്ന ലക്ഷ്യം. രണ്ട്, സെക്യൂരിറ്റി കൺസേൺ എന്ന ലക്ഷ്യം. മൂന്ന്, ജനങ്ങളിലേക്ക് റേഡിയേഷൻ വഹിക്കരുത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത് പോകരുത്. അങ്ങനെ കുറേ ലക്ഷ്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റേഡിയേഷൻ എക്സ്പോഷറിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക. കാരണം ഇന്നും റിസർച്ച് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേഖലകളിൽ ഒന്നാണ് ന്യൂക്ലിയർ എനർജി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇന്നും ഓൺഗോയിങ് റിസർച്ച് നടക്കുന്ന, എന്നാൽ എക്സ്പെരിമെന്റുകൾ കംപ്ലീറ്റ് ആകാത്ത, പൂർണ്ണമാകാത്ത ലോകത്തിലെ ഏറ്റവും വലിയൊരു എനർജി ഇഷ്യൂ തന്നെയാണ് എന്ത്? ഈ ന്യൂക്ലിയർ ഇഷ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ നടക്കുന്ന ചർച്ച കിട്ടി, ഇന്റർനാഷണൽ എക്സ്പേർട്ടിന്റെ ചർച്ചകൾ നടക്കാറുണ്ട്. ന്യൂക്ലിയർ റിയാക്ടറിനെ പുതിയ റിയാക്ടറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ചർച്ച, പുതിയ ഫ്യൂവൽ സൈക്കിളുകളെ ഉണ്ടാക്കിയെടുക്കൽ, അതുപോലെ തന്നെ റേഡിയേഷൻ എക്സ്പോഷറിനെ കുറിച്ച് പഠിക്കാൻ കിട്ടും. വലിയ കുഴപ്പമില്ല. മുന്നോട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മെയിൻസിനാണ് ആവശ്യം കേട്ടോ. പിന്നെ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിന് ആവശ്യമില്ല, കാരണം അത് വൺ വേഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ KEസിന്റെ മെയിൻസിലേക്ക് വരുമ്പോൾ എഴുത്ത് വരും. അവിടെ ഈ പോയിന്റുകൾ എഴുതി കൊടുക്കേണ്ടി വരും. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ്, ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി ആൻഡ് പാർട്ണർഷിപ്പ്. 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ എഴുതണം, ലോകത്തിലെ 2 മാർക്കിന് എഴുതേണ്ട പോയിന്റ് ഇതാണ്. ലോകത്തിലെ ആദ്യ ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പ് സെന്റർ ആണ്. ലൊക്കേഷൻ ഹരിയാനയിലെ ബഹദൂർഗാണ്. അവിടെ ശരിക്കും റിസർച്ചോ വെപ്പൺസോ മിഷൻസോ ഒന്നും അവിടെ ഇല്ലാന്ന് കൂടെ എഴുതിയേക്കണം. ശേഷം എഴുതുക ദി സെന്റർ ഫെസിലിറ്റേറ്റ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. കൺസെപ്റ്റ് കിട്ടിയാൽ നമ്മുടെ ഭാഷയിൽ എഴുതി ഫലിപ്പിക്കുക. അതാണ് ശരിക്കും KEസിൽ നടക്കുന്നത്. കറക്റ്റ് എഴുതി ഫലിപ്പിക്കുക. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ. അടുത്ത എന്താണ്? ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്. നമ്മളെല്ലാം പഠിക്കുന്ന ന്യൂക്ലിയർ എനർജി, കാരണം നമ്മളെ സെക്ഷൻ ഏതാ? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ആദ്യ ഡിപ്പാർട്ട്മെന്റ്, 2ാം ഡിപ്പാർട്ട്മെന്റ്, 3ാം ഡിപ്പാർട്ട്മെന്റ്. ആദ്യം എന്താ? ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. അടുത്ത എന്താ? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. നോക്കൂ, അടുത്ത പോയിന്റ് എന്താ? ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്. നോക്കൂ, ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് തെലുങ്കാനയാണ്, ഹൈദരാബാദ്, തെലുങ്കാന. സ്റ്റാർട്ട് ചെയ്ത വർഷം 971 on the period of Indira Gandhi. Okay അല്ലേ? നെക്സ്റ്റ്, റെസ്പോൺസിബിൾ ഫോർ ദി സപ്ലൈ ഓഫ് ന്യൂക്ലിയർ ഫ്യൂവൽ ആൻഡ് റിയാക്ടർ കമ്പോണൻസ്. ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂവലിനെ പ്രോപ്പറായിട്ട് സപ്ലൈ, ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ. കാരണം ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്, ന്യൂക്ലിയർ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. തെലുങ്കാന ഹൈദരാബാദ് 971 ഓപ്പൺ ചെയ്യുന്നു. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദി സപ്ലൈ ഓഫ് ന്യൂക്ലിയർ ഫ്യൂവൽ ആൻഡ് റിയാക്ടർ കമ്പോണൻസ്. ന്യൂക്ലിയർ ഫ്യൂവലിനെയും റിയാക്ടർ കമ്പോണൻസിന്റെയും സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂവലിന്റെയും റിയാക്ടർ കമ്പോണൻസിന്റെയും സപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത്.
ഈ ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്ന സമയത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ ഫ്യൂവൽ എന്നൊക്കെ പറയുന്ന ആരെയാണ്? ഒരു ഡ്യൂട്ടീരിയം ഓക്സൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ നോക്കിയിട്ട് മെസ്സേജ് ഇട്ടേ. ഡ്യൂട്ടീരിയം ഓക്സൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡ്യൂട്ടീരിയം ഓക്സൈഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നോ? D2O, അല്ലെങ്കിൽ അതിന് മറ്റൊരു വിളിപ്പേര് മലയാളത്തിൽ ഖനജലം എന്ന് പറഞ്ഞ് വിളിക്കാം. ഖനജലം അല്ലെങ്കിൽ അതിന്റെ വിളിപ്പേരെന്ന ഹെവി വാട്ടർ. കേട്ടിട്ടുണ്ടോ? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം. കേൾക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ എസ് ഓർ നോ വരുന്നില്ല. ഹെവി വാട്ടർ അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ഖനജലം എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം എന്ന് കേട്ടിട്ടുണ്ടായിരുന്നോ? ചാറ്റ് ബോക്സിലെ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലം ഉണ്ടോ? ഉണ്ട്. ഈ ഹെവി അത് തന്നെ D2O. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലമാണ് അല്ലെ? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലമാണ് സംഭവം ആരാണ്? D2O എന്ന് പറഞ്ഞു വിളിക്കുക അല്ലെ? എന്താ? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലമാണ് സംഭവം ആരാ? D2O എന്ന് പറഞ്ഞു വിളിക്കുക. എന്താ? D2O. ക്ലിയർ അല്ലേ? D2O എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. ഹെവി വാട്ടർ അല്ലെങ്കിൽ ഖനജലമാണ്. ശരിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഈ ഒരു സെഷൻ ഉണ്ട്, അതിന്റെ പേര് മോഡറേറ്റർ. ഓരോ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും ശരിക്കും ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ പേരെന്താ? മോഡറേറ്റർ. ശരിക്കും അതിന്റെ പർപ്പസ് എന്താണ്? ശരിക്കും അതിന്റെ പർപ്പസ് നമ്മുടെ ഫാനിനകത്ത് റെഗുലേറ്റർ ഇല്ലേ? നമ്മുടെ ഫാനിനകത്ത് റെഗുലേറ്റർ ഉള്ള പോലെ ഓരോ ന്യൂക്ലിയർ ഇൻസ്ട്രുമെന്റുകളിലും ഒരു സെഷൻ ഉണ്ട്, മോഡറേറ്റർ അല്ലെങ്കിൽ വിളിപ്പേര് കൂളന്റ്. ശരിയല്ലേ? മോഡറേറ്റർ അല്ലെങ്കിൽ വിളിപ്പേര് കൂളന്റ്. ആ മോഡറേറ്ററിനകത്ത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 കെമിക്കലാണ് ശരിക്കും D2O. അപ്പൊ ശരിക്കും ഫാനിനകത്ത് റെഗുലേറ്റർ ഉള്ള പോലെ തന്നെ ഓരോ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സുകളിലും മോഡറേറ്റ് എന്ന് പറയുന്നൊരു ഒരു സെഷൻ ഉണ്ട്, ഒരു ഇൻസ്ട്രുമെന്റൽ സെഷൻ ഉണ്ട്. ഈ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ ആരെ വേണം? ഫ്യൂവൽ വേണം. ആ ഫ്യൂവലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരാ? D2O. ക്യാപിറ്റൽ D2O ആണ് ശരിക്കും D2O. D2O ഇസ് ഓൾസോ കോൾഡ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്, അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ഹെവി വാട്ടർ, ഖനജലം. സാധാരണ നോർമൽ PSൽ ചോദിക്കാറുണ്ട് കെമിക്കൽ നെയിം ഓഫ് ഹെവി വാട്ടർ. കെമിക്കൽ നെയിം എന്താ? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഹെവി വാട്ടർ എന്താ? D2O. ശരിക്കും ഡ്യൂട്ടീരിയം എന്താണ്? ഡ്യൂട്ടീരിയം ആസ് എ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ശരിയല്ലേ? ഡ്യൂട്ടീരിയം ആറ് ഐസോട്ടോപ്പാണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ശരിയല്ലേ? എടേ നിങ്ങൾ ആലോചിച്ചേ, വിച്ച് എലമെന്റ് വിച്ച് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്? ഓക്കെ, എലമെന്റ് വിച്ച് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കുറവ് ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? ഹൈഡ്രജൻ. ശരിയല്ലേ? എലമെന്റ് വിച്ച് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കുറവ് ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? ഹൈഡ്രജൻ. എത്ര ഐസോട്ടോപ്പിനെ തരാം? ചാറ്റ് ബോക്സിൽ ഹൈറ്റ് ആൻഡ് ഐസോട്ടോപ്പിന്റെ എണ്ണം പറയൂ. എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരുണ്ടോ? എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരുണ്ടോടെ? എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും. പറഞ്ഞോ? എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേര്, അതുപോലെ ഏറ്റവും കുറവ് ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേര്. കാർബണോ? അഞ്ചിത ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ അത് എഴുതി കാണിക്കാം. കാർബണും വരില്ല. മുകളിലേക്ക് നോക്കൂ. ചെക്ക് ഈ ബോളിലേക്ക് നോക്കണേ. എടേ നോക്കൂ, പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താ? ഏറ്റവും കുറവ് ഐസോട്ടോപ്പ്. എലമെന്റ് വിച്ച് ഹാവ് ലീസ്റ്റ് ഐസോട്ടോപ്പ്, ഏറ്റവും കുറവ് ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? ഹൈഡ്രജൻ. അത് പക്ക കറക്റ്റ് ആണ്. 3 പേരാണ്. ആരൊക്കെയാ 3 പേര്? ഒന്നാരാ? പ്രോട്ടിയം. ഒന്നാമത്തെ ഐസോട്ടോപ്പിന്റെ പേരെന്താണ്? പ്രോട്ടിയമാണ്. ഇക്വേഷൻ H11. ഇക്വേഷൻ H11 ആണ്. രണ്ടാമത്തെ ഐസോട്ടോപ്പിന്റെ പേരെന്താണ്? ഡ്യൂട്ടീരിയം. രണ്ടാമത്തെ ഐസോട്ടോപ്പിന്റെ പേരെന്താ? ഡ്യൂട്ടീരിയമാണ്. ഇക്വേഷൻ പരിഗണിച്ചോടെ H12 ആണ്. മൂന്നാമത്തെ ഐസോട്ടോപ്പിന്റെ പേരെന്താണ്? ട്രിഷ്യമാണ്. ഇക്വേഷൻ എന്താണ്? H13. അപ്പൊ എലമെന്റ് വിച്ച് ഹാവ്, കേൾക്കണേ, എലമെന്റ് വിച്ച് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കുറവ് ഐസോട്ടോപ്പിന് തരുന്ന മൂലകത്തിന്റെ പേരെന്താ? ഹൈഡ്രജൻ. 3 എണ്ണം ഉണ്ട് ഐസോട്ടോപ്പ്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പഠിച്ചു. ഇനി ഇപ്പുറത്തേക്ക് വന്നേ. എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്. എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? ടിന്നാണ്. എത്ര ഐസോട്ടോപ്പിനെ തരാം? 10. ശരിയല്ലേ? അപ്പൊ എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താണ്? ടിന്നാണ്. കേട്ടോ? എത്ര? 10 എണ്ണം തരാം. ഇനി അഞ്ജിതന്റെ ഒരു ആൻസർ ഞാൻ കണ്ടിരുന്നു, കാർബൺ. ശരിക്കും കാർബണിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അഞ്ജിത. എല്ലാവരും നോക്കണേ. കാർബണിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് അലോട്രോപ്സ്. എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് അലോട്രോപ്സ്, ഏറ്റവും കൂടുതൽ അലോട്രോപ്സിനെ തരുന്ന മൂലകമാണ് കാർബൺ. ശരിയല്ലേ? എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് അലോട്രോപ്സ്, ഏറ്റവും കൂടുതൽ അലോട്രോപ്സിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? കാർബൺ. കിട്ടിയായിരുന്നോ? വ്യത്യാസം മനസ്സിലാക്കി. എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് അലോട്രോപ്പ്, ഏറ്റവും കൂടുതൽ അലോട്രോപ്പിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? കാർബൺ. ക്ലിയർ അല്ലേ?
ഇനി കാർബണിന്റെ പ്രധാനപ്പെട്ട അലോട്രോപ്സിന് 3-4 എക്സാമ്പിളും കൂടെ എഴുതി പോവുകയാണെ. ഒന്നാരാ? ഡയമണ്ട്. കാർബണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ അലോട്രോപ്സ് ആരാ? ഡയമണ്ട്. കിട്ടുന്നുണ്ടോ? എഴുതിക്കോണേ. രണ്ടാമത്തെ അലോട്രോപ്സ് ആരാ? ഗ്രാഫൈറ്റ്. മൂന്നാമത്തെ അലോട്രോപ്സ് ആരാ? ഗ്രാഫീനും. നാലാമത്തെ അലോട്രോപ്സ് ആരാടേ? ഫുള്ളിയറിൻ. നാലാമത്തെ അലോട്രോപ്സ് ഫുള്ളിയറിൻ. ഫുള്ളിയറിന്റെ ബ്രാക്കറ്റിൽ ഒരു ഇക്വേഷനോടെ കൊടുത്തേര്. C60 നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും കേട്ടോ. നമുക്ക് നാനോ ടെക്നോളജി ഡെവലപ്മെന്റ് പഠിക്കാനുണ്ട് ഈ ഒരു മൊഡ്യൂൾ 4ന്റെ അവസാനം ഡെവലപ്മെന്റ് ഓഫ് നാനോ ടെക്നോളജി എന്നൊരു സിലബസിൽ കണ്ടായിരുന്നു. എനിക്കറിയാൻ ചാറ്റ് കാണുന്നില്ല, ഒരു സെക്കൻഡേ. ഇപ്പൊ ഓക്കെ. നോക്കൂ, നമ്മൾ സിലബസിന്റെ ലാസ്റ്റ്, അതായത് മൊഡ്യൂൾ 4ന്റെ അകത്ത് ഒരു ടോപ്പിക് അവിടെ കിടപ്പുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിന്റെ ഒരു ഫൗണ്ടേഷണൽ എലമെന്റ് ആണ്, ശരിക്കും ഫൗണ്ടേഷണൽ കോമ്പൗണ്ട് ആണ് ഫുള്ളിയറിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. C60, അതായത് 60 കാർബണിനെ കൂട്ടിച്ചേർത്ത് പന്ത് പോലെ വെക്കും. 60 കാർബണിനെ കൂട്ടിച്ചേർത്ത് പന്ത് പോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ് ശരിക്കും ഫുള്ളിയറിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അവിടെ നിന്ന് ഒരു ഡിഗ്രി ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു പ്രസ്താവന ചോദ്യമായിരുന്നു. അന്ന് ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്പിയർ ഷേപ്പ് അലോട്രോപ്സ് ഓഫ് കാർബൺ which include 60 കാർബൺ. സ്പിയർ ഷേപ്പ് അലോട്രോപ്പ് ഓഫ് കാർബൺ which include 60 കാർബൺ. 60 കാർബണിനെ കൂട്ടിച്ചേർത്ത് ഒരു പന്ത് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫുള്ളിയറിംഗ്. 60 കാർബണിനെ കൂട്ടിച്ചേർത്ത് ഒരു പന്ത് പോലെ വെച്ചാൽ വിളിക്കുന്ന പേരെന്താ? ഫുള്ളിയറിംഗ് എന്നും പറഞ്ഞ് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പം എലമെന്റ് വിച്ച് ഹാവ് ലീസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കുറവ് ഐസോട്ടോപ്പിന് തരുന്ന മൂലകം ഹൈഡ്രജൻ. പ്രോട്ടീൻ ഇക്വേഷൻ H11, ലുട്ടീനിയം ഇക്വേഷൻ H12, ട്രിഷ്യം ഇക്വേഷൻ H13 പഠിച്ചു. ഓക്കെ അല്ലേ? അതിൽ രണ്ടാമതൊരു ഐസോട്ടോപ്പിനെ കൊടുത്തു, അതിന്റെ പേരെന്താ? ഡ്യൂട്ടീരിയം. ആ ഡ്യൂട്ടീരിയത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ഫ്യൂവലിന്റെ പേരാണെന്ത്? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഇക്വേഷൻ എന്താ? D2O. പഠിച്ചേ, ഇക്വേഷൻ എന്താ? D2O. ഇനി ഈ D2O പോലുള്ള ഫ്യൂവൽസിനെ സപ്ലൈ ചെയ്യുന്ന ടീമാണ് ഏത്? ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്. അതായത് ഏത് തരത്തിലുള്ള ഫ്യൂവലാണോ ഒരു ന്യൂക്ലിയർ പവർ കോംപ്ലക്സിന് ആവശ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായിട്ടും ന്യൂക്ലിയർ പവർ കോംപ്ലക്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂവലിന്റെ പേരെന്താ? അത് D2O തന്നെയായിരിക്കും. ഇസ് എ ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ശരിയല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞു, ഇനി പിന്നെ പറഞ്ഞു എലമെന്റ് വിച്ച് ഹയസ്റ്റ് നമ്പർ ഓഫ് ഐസോട്ടോപ്പ്, ഏറ്റവും കൂടുതൽ ആരാ? ടിന്നാണ്. എത്ര? 10 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി അവിടെ പറഞ്ഞു എലമെന്റ് വിച്ച് ഹാവ് ഹയസ്റ്റ് നമ്പർ ഓഫ് അലോട്രോപ്സ്, ഏറ്റവും കൂടുതൽ അലോട്രോപ്സിനെ തരുന്ന മൂലകത്തിന്റെ പേരെന്താ? കാർബൺ. ക്ലിയർ അല്ലേ? അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു 4 എക്സാമ്പിൾ ഡയമണ്ടും ഗ്രാഫൈനും ഗ്രാഫീറ്റും ഫുള്ളിയറിനും. ക്ലിയർ. ഇനി അവിടെ ഒരു നിഷീന്റെ ഒരു ആൻസർ ഞാൻ കണ്ടിരുന്നു. ശരിക്കും ടിൻ മൂലകത്തിന്റെ സിമ്പലും അറ്റോമിക് നമ്പറും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാവോ? അപ്പൊ ആ ടോപ്പിക് അവിടെ കഴിയും. ആ ടിൻ മൂലകത്തിന്റെ സിമ്പൽ നമ്മൾ പറഞ്ഞിട്ടില്ല, അറ്റോമിക് നമ്പർ പറഞ്ഞിട്ടില്ല. ടിൻ മൂലകത്തിന്റെ സിമ്പൽ SN ആണ്. അതിന്റെ എക്സ്പാൻഷൻ ഞാനൊന്ന് എഴുതി കാണിക്കാം. സ്റ്റാനം. ഓക്കെ അല്ലേ? അറ്റോമിക് നമ്പറും കൂടെ എഴുതിക്കോട്ടെ. ടിൻ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 50 ആണ് കേട്ടോ. 50 ആണ്. ബോക്സിലേക്ക് എഴുതി മാറ്റുവോ? അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി മാറ്റുക കേട്ടോ. ഞാൻ ചോദിച്ചില്ല അടുത്തും അറിയാവുന്നു, എന്നാലും എഴുതി മാറ്റിക്കോ അറിയാത്തവരുണ്ടെങ്കിൽ. ടിന്നാണ് മൂലകത്തിന്റെ പേര്. സിമ്പൽ SN എന്ന് കൊടുക്കുക. എക്സ്പാൻഷൻ സ്റ്റാനം എന്ന് കൊടുക്കുക. അറ്റോമിക് നമ്പർ 50 എന്ന് കൊടുക്കണേ. അറ്റോമിക് നമ്പർ 50. ക്ലിയർ അല്ലേ? ടിൻ സിമ്പൽ SN, എക്സ്പാൻഷൻ സ്റ്റാനം. ടിൻ സിമ്പൽ SN, എക്സ്പാൻഷൻ സ്റ്റാനം. ടിൻ സിമ്പൽ എക്സ്പാൻഷൻ SN, സിമ്പൽ എക്സ്പാൻഷൻ സ്റ്റാനം. ക്ലിയർ അല്ലേ? അറ്റോമിക് നമ്പർ 50 വരെ എഴുതി മാറ്റിയോ? നമ്മൾ ഈ ബോർഡിൽ അഡീഷണൽ എഴുതിയേക്കുന്ന എല്ലാ പോയിന്റും എഴുതി മാറ്റിയോ? എഴുതി മാറ്റിയെങ്കിൽ സ്വർണ്ണം കിട്ടുകയും. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ, മുന്നോട്ട് പോക്കോട്ടെ. ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സിന്റെ പർപ്പസ് മനസ്സിലായല്ലോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം തൊഴിൽ വാർത്തയിൽ സ്ഥിരമായി കാണുന്ന ഓർഗനൈസേഷനാണ്. കാരണം ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ ആളെ വേണം. കാരണം ഇവിടത്തേക്ക് ഒരു പ്രശ്നം, പലപ്പോഴും ഇവര് പെർമനന്റ് ആയിട്ട് ആളെ എടുക്കൂല. എല്ലായിടത്തും കോൺട്രാക്ടൽ ബേസിസ് ആണ്. 3 വർഷം 2 വർഷം. പിന്നെ കൂടുതൽ ഇപ്പൊ അങ്ങോട്ട് ഡോക്ടറേറ്റ് കഴിഞ്ഞിറങ്ങിയ സ്റ്റുഡൻസിനെ വിളിക്കാറുണ്ട്. ന്യൂക്ലിയർ മേഖലയിൽ ഡോക്ടറേറ്റ് കഴിഞ്ഞിറങ്ങിയ സ്റ്റുഡൻസിനെ അവിടെ റിസർച്ചിനായി വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാം ടെമ്പററി പോസ്റ്റാണ് ഇവിടെ കൂടുതലുള്ളത്. പെർമനന്റ് പോസ്റ്റ് വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെ കാണാറുണ്ട് നമ്മൾ. മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. ഹെവി വാട്ടർ. കണ്ട, ഹെവി വാട്ടറിന് വേണ്ടി സ്പെഷ്യൽ ബോർഡുണ്ട്. ഹെവി വാട്ടർ ബോർഡിന് വേണ്ടി നെഹ്റുവിന്റെ കാലഘട്ടം അന്നേ തുടങ്ങി വെച്ചു. അപ്പൊ ഹെവി വാട്ടർ ബോർഡ് സെപ്പറേറ്റ് ആണ്. ഹെവി വാട്ടർ എന്താണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ലേ? നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഹെവി വാട്ടർ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ ഹെവി വാട്ടറിന് വേണ്ടി സ്പെഷ്യൽ, അതിനെ രൂപീകരിക്കാൻ മറ്റൊരു ബോർഡും കൂടി ഉണ്ട്, ഹെവി വാട്ടർ ബോർഡ്. കാരണം ഹെവി വാട്ടർ ബോർഡിൽ പ്രധാനമായിട്ടും ക്രിയേഷൻ മാത്രമല്ല കേട്ടോ. ഇവിടെ ഇപ്പൊ ഈ ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് എന്ന് പറയും പ്രധാനമായിട്ടും സപ്ലൈ നടക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹെവി വാട്ടർ ബോർഡിൽ സപ്ലൈ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ
ഈ ഓരോ ന്യൂക്ലിയർ കോംപ്ലക്സിന് എത്ര എമൗണ്ട്, കാരണം ഒരു ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സിന്റെ കപ്പാസിറ്റി നോക്കും. ആ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എത്ര എമൗണ്ടിൽ ഇവിടെ വേണം, എത്ര എമൗണ്ടിൽ ഇവിടെ നമ്മുടെ ഒരു സപ്ലൈ നടക്കണം എന്ന് കൃത്യമായിട്ട് ഹെവി വാട്ടർ ബോർഡ് പറയുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ചില ഫോറിൻ അതായത് ഈ പറഞ്ഞ പോലെ ഈ കൊമേഴ്സ്യലി ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ഇതിന്റെ സെല്ലിങ് നടക്കുക, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കൊമേഴ്സ്യലിയും കൂടെ വർക്കൗട്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹെവി വാട്ടർ ബോർഡ്. എന്താണ് ഹെവി വാട്ടർ ബോർഡ്? വിദ്യ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യല്ലേ, സ്ക്രീനിൽ വരാവുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, ഹെവി വാട്ടർ ബോർഡിനെ രൂപീകരിച്ച വർഷം എപ്പോഴാ? 1962 നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്. മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. കുറച്ച് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് കൂടെ നടക്കുന്നുണ്ട്. കൃത്യമായി ഹെവി വാട്ടറുകളെ കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സ് കൂടെ നടക്കുന്നുണ്ട് അവിടെ. ക്ലിയർ. പിന്നെ അതിന്റെ ഹെവി ഓരോ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്കും എത്ര അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര എമൗണ്ട് വേണമെന്ന് തീരുമാനിക്കുന്നവരാണ്. ക്ലിയർ ആണ്, വലിയ കുഴപ്പമില്ല. നേരത്തെ ഹെവി വാട്ടർ അവിടെ കണ്ടോണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ മുന്നോട്ട് പോകുന്ന അടുത്ത പരിചയപ്പെടാം. ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി. എന്താണ് ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി? ബ്രിട്ട് എന്ന് പറഞ്ഞു വിളിക്കാം. ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1989 രൂപീകരിച്ചു. നേവി മുംബൈയിലാണ് രൂപീകരിച്ചിരിക്കുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ്. എങ്കിൽ വായിച്ചേ, എന്താ ലക്ഷ്യം എന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് പ്രൊവൈഡ്സ് ദി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ ദി റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ഫോർ ആപ്ലിക്കേഷൻ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, റിസർച്ച്, ഇൻഡസ്ട്രി. ഒന്നുകൂടെ വായിച്ചേ. It provides the product and services based on the radiation and isotopes for applications in the healthcare, agriculture, research, industrial processes. നമുക്കറിയാം ഇനി ഐസോട്ടോപ്പുകളെ ഉണ്ടാക്കിയെടുക്കൽ. ശരിക്കും ഐസോട്ടോപ്പ് എന്ന് പറയുമ്പം എന്താ ഐസോട്ടോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം? വാട്ട്സ് ദ ടൈം മീനിങ് ഓഫ് ഐസോട്ടോപ്പ്? ചാറ്റ് ബോക്സെ ചെക്ക് ചെയ്യട്ടെ. ചാറ്റ് ബോക്സെ, വാട്ട് ഈസ് ദ ടൈം മീനിങ് ഓഫ് ഐസോട്ടോപ്പ്? വാട്ട് ഈസ് ദി ടൈം മീനിങ് ഓഫ് ഐസോട്ടോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദി ടൈം മീനിങ് ഓഫ് ഐസോട്ടോപ്പ്? ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയേ, കേൾക്കുന്നില്ലേ? വാട്ട് ഈസ് ദി ടൈം മീനിങ് ഓഫ് ഐസോട്ടോപ്പ്? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. അടുത്ത ആൻസർ സെയിം അറ്റോമിക് നമ്പർ. അടുത്ത ആൻസർ ഷെറിൻ ഓക്കെ, പാർവതി ഓക്കെ, ശ്രുതി ഓക്കെ, ദിവ്യ ഓക്കെ. റൈറ്റ്, കുഴപ്പമില്ല. തിരിച്ചു വന്ന് ഞാൻ എഴുതാം. മുകളിലേക്ക് നോക്കി. എന്താ ഐസോട്ടോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം? കറക്റ്റ് ആണ്. അറ്റോമിക് നമ്പർ ഒരേപോലെ. നോക്കണേ, സെയിം അറ്റോമിക് നമ്പർ. സെയിം അറ്റോമിക് നമ്പറിന്റെ സിമ്പലേ, അറ്റോമിക് നമ്പറിന്റെ സിമ്പലേ, അറ്റോമിക് നമ്പറിന് സിമ്പൽ ഉണ്ടോ? അറ്റോമിക് നമ്പറിന് സിമ്പൽ ഉണ്ട്, ക്യാപിറ്റൽ ഇസഡ്. മാസ് നമ്പറിന് സിമ്പൽ ഉണ്ടോ? ഉണ്ട്, ക്യാപിറ്റൽ എ. അറ്റോമിക് നമ്പറിന് സിമ്പൽ ഉണ്ടായിരുന്നോ? അറ്റോമിക് നമ്പറിന് സിമ്പൽ എന്താ? ക്യാപിറ്റൽ ഇസഡ്. മാസ് നമ്പറിന് സിമ്പൽ എന്താ? ക്യാപിറ്റൽ എ ആണ്. ഞാൻ സെയിം ഇസഡ് എന്ന് കൊടുത്താൽ പോരെ? അപ്പൊ സെയിം ഇസഡ്, അറ്റോമിക് നമ്പർ ഒരേപോലെ, അതിന്റെ ഡിഫറന്റ് മാസ് നമ്പർ. സെയിം ഇസഡ്, അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസം, ഡിഫറന്റ് എ, മാസ് നമ്പർ വ്യത്യാസം. ശരിയല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലകങ്ങളെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞ് വിളിക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഐസോട്ടോപ്പില്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ, ഹൈഡ്രജന് 3 ഐസോട്ടോപ്പും. ശരിയല്ലേ? ഹൈഡ്രജൻ ഹാവ് 3 ഐസോട്ടോപ്പ്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഒരുപാട് എക്സാമ്പിൾ ഐസോട്ടോപ്പിനുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം കണ്ടു ഡെഫിനിഷൻ. അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലകങ്ങളെ ഐസോട്ടോപ്പ് എന്ന് വിളിച്ചായിരുന്നോ? വിളിച്ചെന്നേ. നോക്ക്, ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കുകയാണെങ്കിൽ നോക്ക്, H11 ഇതൊരു H12 H13. നിങ്ങൾ പരിശോധിച്ചേ, ഇത് ഐസോട്ടോപ്പ് ആണോ? ആണ്. കാരണം എന്താ? അറ്റോമിക് നമ്പർ, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും താഴെ. പഠിച്ചാ അറിയാല്ലേ? ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും എവിടെയാണ്? താഴെയാണ്. മാസ് നമ്പർ എപ്പോഴും മുകളിലല്ലേ? അറ്റോമിക് നമ്പർ താഴെ വരികയും മാസ് നമ്പർ മുകളിൽ. ശരിയല്ലേ? അറ്റോമിക് നമ്പർ എപ്പോഴും താഴെയാണ്. കണ്ടോ, 1 1. അറ്റോമിക് നമ്പർ ഒരേപോലെ അല്ലേ? അതെ. മാസ് നമ്പർ എപ്പോഴും മുകളിൽ. വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഏതാണ്? 2 3 കഴിഞ്ഞു. അപ്പൊ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും താഴെയാണ്, 1 1. മാസ് നമ്പർ എപ്പോഴും മുകളിലാണ്. വ്യത്യാസമുണ്ടോ? 2 3. കൺസെപ്റ്റ് ചെയ്ത ഐസോട്ടോപ്പ്. അത് ക്ലിയർ ആണ്. ഇനി പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻ, ശരിക്കും അറ്റോമിക് നമ്പർ ഒരേപോലെ വരികയും മാസ് നമ്പർ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന മൂലകങ്ങളെ നിങ്ങൾ ഐസോട്ടോപ്പ് എന്ന് വിളിച്ചെങ്കിൽ ശരിക്കും ഹു വാസ് ദി ഫാദർ ഓഫ് ഐസോട്ടോപ്പ്? ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഐസോട്ടോപ്പിന്റെ പിതാവ് ആരാ? ഫാദർ ഓഫ് ഐസോട്ടോപ്പ്, ഐസോട്ടോപ്പ് എന്ന ആശയത്തിന്റെ പിതാവ്. ചാറ്റ് ബോക്സിൽ നോക്കിയോടെ. ഫാദർ ഓഫ് ഐസോട്ടോപ്പ് ശരിക്കും ഐസോട്ടോപ്പ് എന്ന ഐസോട്ടോപ്പിന്റെ പിതാവ്. ഐസോട്ടോപ്പിന്റെ പിതാവ് ആരാണ്? ഈ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് തന്നത്? രക്ഷയില്ല. പാർവതി നമുക്ക് നോക്കാം. ദിവ്യ അറിയില്ല. ആരുടെ ആൻസറേ? ഇല്ല. മുകളിലേക്ക് നോക്കൂ. പാർവതി ഓക്കെ. പാർവതി പറഞ്ഞ കറക്റ്റ് ആൻസർ കേട്ടോ. ഫ്രെഡറിക് സോഡിയാണ് ഫാദർ ഓഫ് ഐസോട്ടോപ്പ്. ശരിക്കും ഐസോട്ടോപ്പ് എന്ന ആശയത്തിന്റെ പിതാവ് ഫ്രെഡറിക് സോഡിയാണ്. അറിയാത്തവർ എഴുതി മാറ്റിക്കോണേ.
ഫാദർ ഓഫ് ഐസോടോപ്പ് ശരിക്കും ഐസോടോപ്പ് എന്ന ആശയത്തിന്റെ പിതാവാണ് ഫ്രെഡറിക് സോണിയാണ്, മറക്കല്ലേ. അപ്പൊ ഫാദർ ഓഫ് ഐസോടോപ്പ് ശരിക്കും ഐസോടോപ്പ് എന്ന ആശയത്തിന്റെ പിതാവാണ് ഫ്രെഡറിക് സോണി. എഴുതി മാറ്റിയായിരുന്നോടെ. അപ്പൊ നോക്കണേ, ഫാദർ ഓഫ് ഐസോടോപ്പ് എന്ന ആശയത്തിന്റെ പിതാവ് ഫ്രെഡറിക് സോണി. ഇനി ഈ ഐസോടോപ്പ് ഇന്ന് നമ്മളെ മെഡിക്കൽ മേഖല എല്ലാ മേഖലയിലും ഒരേപോലെ ആപ്ലിക്കേഷൻസ് ഉള്ള ഐസോടോപ്പുകളാണ്. എല്ലാ മേഖലയിലും ഒരേപോലെ ഐസോടോപ്പിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനാണ് മെഡിക്കൽ മേഖല. കാരണം ഇന്ന് മരുന്നില്ലാത്ത ഒരു അസുഖമാണ് ക്യാൻസർ, ശരിയല്ലേ? മരുന്നില്ലാത്ത ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പ്രോപ്പറായി മെഡിസിൻ ഇല്ല. വന്നു കഴിഞ്ഞാൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് നടത്തി മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ കഴിയൂ, ശരിയല്ലേ? അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അപ്പൊ റേഡിയേഷൻ കിട്ടിയായിരുന്നോ? റേഡിയേഷൻ കിട്ടിയോ? ഈ റേഡിയേഷൻ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ആരെയാണ്? ഐസോടോപ്പുകൾ ഉണ്ടെങ്കിലേ റേഡിയേഷൻ നടത്താൻ കഴിയൂ, ശരിയല്ലേ? അപ്പൊ നോക്കൂ, ഇന്ന് മെഡിക്കൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു 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 കെമിക്കലാണ് ശരിക്കും ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഐസോടോപ്പ് ഉണ്ടെങ്കിൽ ക്യാൻസറിന് പരിഹാരമായിട്ടുള്ള മരുന്നല്ലാത്തൊരു പരിഹാരമാണ് ഐസോടോപ്പ് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഐസോടോപ്പ് അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയും. ക്യാൻസറുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ ആരംഭിക്കുമ്പോൾ പലർക്കും ബോഡിയിൽ പല പല ബുദ്ധിമുട്ടുകൾ വരാം. ചില ആൾക്കാർക്ക് മുടി പൊഴിയാം, ചിലർക്ക് സ്കിന്നിലെ കളർ മാറാം. റേഡിയേഷൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് പല പല ഇഷ്യൂസുകൾ വരാം. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ അപ്പൊ ശരിക്കും ക്യാൻസർ പോലുള്ള ട്രീറ്റ്മെന്റുകൾക്ക് ശരിക്കും ഉപയോഗിക്കാം. ആരെ ഉപയോഗിക്കാം? അതാണ് ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ. കണ്ടോ, ഐസോടോപ്സ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹെൽത്ത് കെയർ അതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ ഐസോടോപ്പുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗനൈസേഷനാണ് ബ്രിട്ട്. ക്ലിയർ? അപ്പൊ ആണ് നോക്കൂ, ഇറ്റ് പ്രൊവൈഡ് ദി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ ദി റേഡിയേഷൻ ആൻഡ് ഐസോടോപ്സിന്റെ പ്രൊഡക്ഷൻ. ഓക്കെയാണ്. ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പിന് എക്സാമ്പിൾ പറഞ്ഞേ. ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പിന് എക്സാമ്പിൾ P32. ഞാൻ ഓരോന്നായിട്ട് എഴുതി തരാം. ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പിന് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നോക്കണേ, ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പാണ് P32. PR സിമ്പലാ, ഫോസ്ഫറസിന്റെ സിമ്പലാണ് P32 അല്ലെങ്കിൽ ഫോസ്ഫറസ് 32. എന്തിനു വേണ്ടിയാണ് P32 ഉപയോഗിക്കുന്നത്? ചാറ്റ് ബോക്സ് നോക്കിക്കോട്ടെ. എന്തിനു വേണ്ടിയാ P32 ഉപയോഗിക്കുന്നത്? ചാറ്റ് ബോക്സേ ദിവ്യ പറയാം. ദിവ്യ അത് കൊബാൾട്ട് 60 ആണ് ദിവ്യ. വിനീത പറഞ്ഞാണ് കറക്റ്റ്. ഞാനത് എഴുതി തരാം ദിവ്യ. പാർവതി ഓക്കെയാണ്. അതിന്റെ ഒരു പർപ്പസ് പറ. P32ന്റെ പർപ്പസ് പറ. ജോലി പർപ്പസ് ചുമ്മാ പറഞ്ഞു നോക്ക്. എടേ എല്ലാവരും കമന്റ് ചെയ്യണേ. ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 50 പേരുണ്ടോ ക്ലാസ്സിലുണ്ട്? എല്ലാവരും കമന്റ് ചെയ്യണേ. 1-2 പേരുടെ മാത്രമേ റിപ്ലൈ വരുന്നുള്ളൂ. എല്ലാവരും തെറ്റാണെങ്കിലും കൃത്യമായിട്ട് കമന്റ് ഇട്ട് പോകുക കേട്ടോ. കാരണം എല്ലാവരും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പിക്കണം. ശരി. അപ്പൊ നോക്കൂ, ഫോസ്ഫറസ് 32ന്റെ പർപ്പസ് എന്താ? സ്കിൻ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ്, ശരിയല്ലേ? സ്കിൻ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് P32. സ്കിൻ ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ആര്? P32 അല്ലെങ്കിൽ ഫോസ്ഫറസ് 32. അതുപോലെ തന്നെ മറ്റൊരു കൊബാൾട്ട് 60. നേരത്തെ ഒരു ആൻസർ വന്നിരുന്നു എനിക്ക്. കൊബാൾട്ട് 60 അല്ലെങ്കിൽ CO60 ആണ്. അത് കോമൺ ആയിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഒരു ബോഡി പാർട്സ് പറയണമെന്നില്ല. എന്ത് തരത്തിലുള്ള ക്യാൻസറിന് ഉപയോഗിക്കാം? അടുത്ത SR89 എഴുതി മാറ്റിക്കോണേ. ആൻസർ ടൈപ്പ് ചെയ്ത് മതി, എഴുതി മാറ്റിക്കോണേ. സ്ട്രോൺഷ്യം 89. SR89 സ്ട്രോൺഷ്യം 89. ജോലി എന്താ? SR89ന്റെ ബോൺ ക്യാൻസർ. SR89 ബോൺ ക്യാൻസർ, ശരിയല്ലേ? അപ്പൊ ഒന്ന് എഴുതിയോ? എന്താ? സ്കിൻ ക്യാൻസർ. ഫോസ്ഫറസ് 32 P30. P ഫോസ്ഫറസിന്റെ സിമ്പലാണ്. സ്കിൻ ക്യാൻസർ ചികിത്സ. കൊബാൾട്ട് 60 CO60 കോമൺ ആയിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത എല്ലാ ക്യാൻസറിനും അത് ഉപയോഗിക്കാം. സ്ട്രോൺഷ്യം 89 SR89 ബോൺ ക്യാൻസർ, എല്ലിലെ ക്യാൻസർ ആണ്. അടുത്ത നമുക്ക് I131. ആറിന്റെ സിമ്പലാണ് ഗോയിറ്റർ. I131, I131, അയഡിൻ 131 എന്താ? നമ്മൾ ശരിക്കും അയഡിന്റെ കുറവ് മൂലം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ. അപ്പൊ ശരിക്കും അയഡിൻ 131 ആർക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെ? ഗോയിറ്റർ ചികിത്സ, ഗോയിറ്റർ ട്രീറ്റ്മെന്റ്. എഴുതുന്നുണ്ടോ? ഗോയിറ്റർ ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ നമുക്ക് പറയാവുന്നത് AU198. ശരിക്കും ആറ് സിമ്പലാണ്. ആറ് സിമ്പലാ, ഗോൾഡ് സിമ്പൽ. അപ്പൊ AU198 ആണ്. ബോർഡ് കാണുന്നുണ്ടോ? ഞാൻ എഴുതുന്ന കാണുന്നുണ്ടോ? ഗോൾഡ് 198 ശരിക്കും ആറ് സിമ്പലാ. ഗോൾഡ് 198 ശരിക്കും എന്തിനാ ഉപയോഗിക്കുന്നത്? രക്താർബുദം, ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ എന്ന് എഴുതിയാലും മതി. ലുക്കീമിയ ആണ്, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ, രക്താർബുദം. അർബുദം മീൻസ് ക്യാൻസർ. രക്താർബുദം. ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന എല്ലാ പോയിന്റും എഴുതി മാറ്റിയോ? 1, 2, 3, 5 എണ്ണം. 5 എക്സാമ്പിൾ എഴുതി മാറ്റിയോ? 5 എക്സാമ്പിൾ എഴുതി മാറ്റിയായിരുന്നോ?
എഴുതി മാറ്റിയിട്ട് ചാറ്റ് ബോക്സിൽ എസ് ഇട്ടാൽ മതി. ഒന്ന് ഫോസ്ഫറസ് 32 P32 സ്കിൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്, 2 കൊബാൾട്ട് 60 CO60 ക്യാൻസർ കോമൺ ക്യാൻസർ ആണ്. അടുത്ത SR 89 സ്റ്റോൺഷ്യ 89 ബോൺ ക്യാൻസർ ആണ്. I131 അയഡിൻ 131 ഗോയിറ്റർ ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ AU 198 ഗോൾഡ് 198 ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഇതാണ് നോർമലി ബ്രിറ്റിന്റെ ഫംഗ്ഷൻ. ബ്രിറ്റ് ഞാൻ പറഞ്ഞു ഐസോടോപ്പുകളുടെ പ്രൊഡക്ഷൻ, ഐസോടോപ്പുകളെ കണ്ടുപിടിക്കുന്ന ഫ്രെഡറിക് സോഡിയാണ്. അദ്ദേഹം പഠിപ്പിച്ച ടെക്നിക്കിലൂടെ ഐസോടോപ്പുകളുടെ പ്രൊഡക്ഷൻ നേവി മുംബൈയിലെ ബ്രിട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ഹെൽത്ത് കെയർ ആപ്ലിക്കേഷന് വേണ്ടി കൃത്യമായി ബ്രിട്ട് എന്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്? ഐസോടോപ്പുകളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പാർവതി ക്യാപിറ്റൽ BRIT കൊടുക്കണേ. ഓർഗനൈസേഷൻ എപ്പോഴും ക്യാപിറ്റലാണ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ CSIR ISRO ക്യാപിറ്റൽ ISRO ആണ് എപ്പോഴും കറക്റ്റ്. വന്നേ, കഴിഞ്ഞില്ല. ഇനി എന്താ, ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ മാത്രമാണോ? അല്ല, അടുത്ത എന്തായിരുന്നു? എവിടെയത്? ആണേ, അഗ്രികൾച്ചർ ആപ്ലിക്കേഷൻ. അഗ്രികൾച്ചർ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പിനെ പറഞ്ഞേ. അഗ്രികൾച്ചർ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. അഗ്രികൾച്ചർ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31 P31. അഗ്രികൾച്ചർ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് P31 ഫോസ്ഫറസ് 31. P31 ഫോസ്ഫറസ് 31ന്റെ പർപ്പസ് എന്താ? ചെടികൾക്ക് വളം, പ്ലാന്റ്സ് ഫെർട്ടിലൈസർ ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്നേ. പ്ലാന്റ്സ് ഫെർട്ടിലൈസർ ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്നു അല്ലെ. ഫോസ്ഫറസ് 31 P31 ശരിയല്ലേ? ഫോസ്ഫറസ് 31 P31 പ്ലാന്റ്സ് ഫെർട്ടിലൈസർ ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അല്ലേ. ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ പർപ്പസ് എന്ന് പറയുമ്പോൾ കൊമേഴ്സ്യലി നല്ല വിറ്റുവരവുള്ള, കൊമേഴ്സ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐസോടോപ്പാണ് C14. അതായത് റിസർച്ചിനും, രണ്ടും പറയാം, റിസർച്ചിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഏറ്റവും റിസർച്ച് മേഖലയിലും ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് C14. വളരെ ഫേമസ് ആണ് C14, എല്ലാവർക്കും അറിയാം. C14ന്റെ പർപ്പസ് എന്താണ്? ആൻജിയോഗ്രാം അല്ല, നമ്മുടെ ഇത് കാർബൺ ഡേറ്റിംഗ്. ആൻജിയോഗ്രാം ഞാൻ പറഞ്ഞില്ലല്ലേ, പറഞ്ഞുതരാം. കാർബൺ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ അറിയാലോ, ഇറ്റ്സ് എ സയന്റിഫിക് മെത്തേഡ്. ഒരു സയന്റിഫിക് മെത്തേഡാണ്. എന്താ? ഇറ്റ്സ് എ നമ്മുടെ ഫോസിലുകളില്ലേ അതിന്റെ കാലപ്പഴക്കം. അതായത് സയന്റിഫിക് മെത്തേഡ് ടു ഫൈൻഡ് ദി ഏജ് ഓഫ് എ ഫോസിൽ. ഒരു ഫോസിലിന്റെ ഏജ് കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ഥലം പോയി കുഴിക്കുമ്പോൾ ഒരു ഐസോടോപ്പിനെ കിട്ടി, അല്ല ഒരു അസ്ഥികൂടം കിട്ടി. ഇപ്പൊ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റോ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റോ സ്ഥലം പോയി കുഴിക്കുന്നു, ഒരു അസ്ഥികൂടം കിട്ടി. ഈ അസ്ഥികൂടത്തിന്റെ അനിമൽ ആവാം, മാൻ ആവാം, എനിവേ ഈ അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സയന്റിഫിക് മെത്തേഡാണ് ഏജ്. എന്തുമാത്രം പഴക്കമുണ്ട് ആ ഒരു എല്ലിന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അസ്ഥികൂടത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫോസിലിന്റെ കാലപ്പഴക്കം കാണാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് ഇത് കാർബൺ ഡേറ്റിംഗ്. ഇറ്റ് വാസ് എ സയന്റിഫിക് മെത്തേഡ് ടു ഫൈൻഡ് ദി ഏജ് ഓഫ് എ ഫോസിൽ. ഒരു ഫോസിലിന്റെ ഏജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സയന്റിഫിക് മെത്തേഡാണ് എന്ത്? C40. ഏത്? കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ആര്? കാർബൺ 14 അല്ലെങ്കിൽ വിളിപ്പേർ എത്ര? C14. എന്താ? C14. ക്ലിയർ അല്ലേ? ക്ലിയർ, അത്രയും ഓക്കെയാണ്. ഇനി അവിടെ ഒരാളെ ഞാൻ എഴുതാൻ മിസ്സായിട്ടുണ്ട്. സോഡിയം 24, അതും പ്രധാനപ്പെട്ട ഒരു ഐസോടോപ്പാണ്. സോഡിയം 24 നമുക്ക് അതിന് എന്ത് കൊടുക്കാം? Na24 എന്ന് കൊടുക്കാം അല്ലേ. എന്താ അതിന്റെ വിളിപ്പേര്? Na24 എന്ന് കൊടുക്കാം. ശരിക്കും അതിന്റെ പർപ്പസ്, ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദി ആൻജിയോഗ്രാം ടെസ്റ്റ്. നമുക്കറിയാം, നമ്മുടെ നെഞ്ചുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എപ്പോഴും ആ ഒരു ടെസ്റ്റ് കേൾക്കാറ്. നെഞ്ചു മാത്രമല്ല, ശരീരത്തിന്റെ ഏതൊരു ബോഡി പാർട്സിലും രക്തക്കുഴലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രക്തക്കുഴലുകളിൽ ബ്ലോക്ക്, രക്തം കട്ട പിടിച്ചു നിൽപ്പുണ്ടോ, ഫാറ്റ് കൊഴുപ്പ് വല്ലതും അടിഞ്ഞിരിപ്പുണ്ടോ എന്ന് രക്തക്കുഴലുകളിലെ ബ്ലോക്കിനെ തിരിച്ചറിയാം. ശരീരത്തിലെ ബോഡി പാർട്സിലെ രക്തക്കുഴലുകളിലെ ബ്ലോക്കിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത് ആൻജിയോഗ്രാം ടെസ്റ്റ്. അപ്പൊ രക്തക്കുഴലുകളിലെ ബ്ലോക്കിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത് ആൻജിയോഗ്രാം ടെസ്റ്റ്. ഈ ആൻജിയോഗ്രാം ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് സോഡിയം 24. സോഡിയം 24 Na24 ആണ്. ആൻജിയോഗ്രാം ടെസ്റ്റ് ആണ്. ശരീരത്തിലെ രക്തക്കുഴലുകളിലെ ബ്ലോക്കിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത് ആൻജിയോഗ്രാം ടെസ്റ്റ്. അപ്പൊ അതിനുപയോഗിക്കുന്ന ഐസോടോപ്പാണ് ആര്? സോഡിയം 24 അല്ലെങ്കിൽ വിളിപ്പേർ എത്ര? Na24. എഴുതി മാറ്റിയോ? അവിടെ വരെ ക്ലിയർ ആണോ? C14 എഴുതിയായിരുന്നല്ലോ, Na24. ക്ലിയർ. അടുത്ത പറയാലോ എനിക്ക്.
അപ്പം അതാണ് അതിന്റെ ജോലി എന്ന് പറയുന്നത്. ബ്രിട്ട് ചെറിയ ഓർഗനൈസേഷൻ അല്ല, വലിയ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിലെ എല്ലാ ഐസോടോപ്പുകൾ ഹെൽത്ത് കെയറിലേക്കും അഗ്രികൾച്ചറിലേക്കും റിസർച്ച് മേഖലയും ഇൻഡസ്ട്രി മേഖലയിലേക്കും ഐസോടോപ്പുകളുടെ സപ്ലൈ കൃത്യമായിട്ടുണ്ട്. അതിനുവേണ്ടി ഐസോടോപ്പുകളെ ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദി പ്രൊഡക്റ്റുകൾ കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നു. സർവീസുകളുണ്ട്, അതിന്റെ പ്രൊഡക്ഷനും ഉണ്ട്. ക്ലിയർലി റൈറ്റ്. 1989 രൂപീകരിച്ചു നേവി മുംബൈ. മുന്നോട്ട് അടുത്ത നോക്കാം നമുക്ക്. നോക്കൂ, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പക്ക കമ്പനിയാണ്. ഒരു സാധനം കൃത്യമായി ഉണ്ടാക്കി വിൽക്കൽ, ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കൽ, അതാണ് പ്രധാന ലക്ഷ്യം. ഒരു സാധനം കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്പോർട്ടിനെ പറ്റി ചിന്തിക്കുന്നത്, കയറ്റുമതിയെ പറ്റി ചിന്തിക്കുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? നമ്മളെ സർപ്ലസ് വരുമ്പോൾ, ഒരുപാട് സാധനം അധികം വരുമ്പോൾ അല്ലേ? നമ്മുടെ സാധനം ഒരുപാട് അധികം വരികയാണ്, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അധികം വരുന്ന സിറ്റുവേഷൻ ഈസ് കോൾഡ് സർപ്ലസ് ആണ്. അധികം ഉണ്ട് നമുക്ക്. അപ്പൊ അധികം ഉണ്ടെങ്കിൽ വേസ്റ്റ് ആക്കണോ? വേണ്ട. അതിനെ കൃത്യമായിട്ട് കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യാം. സർപ്ലസ് വരുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, ലാഭം ഉണ്ടാക്കും. ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് മേഖലയിൽ ലാഭം ഉണ്ടാക്കുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റുകളുണ്ട്. അപ്പൊ അവരുടെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ് സാധനങ്ങളെ കൃത്യമായി ഉണ്ടാക്കി സപ്ലൈ ചെയ്ത് ലാഭം ഉണ്ടാക്കൽ. നോക്കൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റിന്റെ ഒന്നാമത്തെ ഓർഗനൈസേഷന്റെ പേരെന്താ? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്, NBCIL. ക്യാപിറ്റൽ NBCIL. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഇതുപോലുള്ള കുറേ പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെ ഹെഡ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പേഴ്സൺസ് ആയിരിക്കും. ഇപ്പൊ NDA സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് NDA പേഴ്സൺസ് ഉണ്ട്. NDA സർക്കാരിന്റെ അവരെയൊക്കെ അതിനെ ചെയർമാൻ ആക്കി നിയമിക്കാറുണ്ട്. കേരളത്തിൽ സെൻട്രൽ ഗവൺമെന്റിൽ NDA സർക്കാർ ആകുമ്പോൾ സംസ്ഥാനത്തിലുള്ള BJPയിലെ പല നേതാക്കന്മാരെ അവിടെ ഇതിന്റെ ചെയർമാനായിട്ട് കൊണ്ടുവരാറുണ്ട്. നേരത്തെ UDFന്റെ നമ്മുടെ UPA സർക്കാരാവുന്ന കാലഘട്ടത്തിൽ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പലരെയും എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ചെയർമാനാക്കി നിയമിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഇന്ന വ്യക്തിയെ ഇന്ന സ്ഥാപനത്തിലെ ചെയർമാനാക്കി നിയമിച്ചു എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അപ്പൊ എനിവേ, പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫസ്റ്റ് ആണ് ഏതാ? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്, ക്യാപിറ്റൽ NBCIL എന്ന് പറയാം. എന്താ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫോർ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂക്ലിയർ പവർ റിയാക്ടർ. ഇന്ത്യക്ക് വേണ്ടി ന്യൂക്ലിയർ പവർ റിയാക്ടറുകളെ കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് വിൽക്കുക. മറ്റുള്ള സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുക. നമ്മൾ പലപ്പോഴും റഷ്യ എന്നൊക്കെ റോക്കറ്റുകളൊക്കെ വാങ്ങാറില്ലേ? ഇതുപോലെ തന്നെ. അപ്പം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ ലക്ഷ്യം എന്താണ്? ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. യൂണിറ്റ് ഫോർ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂക്ലിയർ പവർ റിയാക്ടറുകളെ തയ്യാറാക്കിയെടുക്കൽ. ശരിയല്ലേ? എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എപ്പോഴാ? 1987 രാജീവ് ഗാന്ധിന്റെ കാലഘട്ടം. മുംബൈയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ക്ലിയർ അല്ലേ? വലിയ കുഴപ്പമില്ലേ? അപ്പൊ NBCILന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ? മുംബൈ. രൂപീകരിച്ച വർഷം 1987. ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ്? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഇറ്റ് വർക്ക് അണ്ടർ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിലാണ്. തെറ്റരുത്. NBCIL പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിലാണ്, അല്ലാതെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലല്ല. അത് കൃത്യമായി ചിന്തിക്കുക. വ്യവസായ വകുപ്പിന്റെ കീഴിലല്ല. കൃത്യമായി ചിന്തിക്കുക. ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാം. ഇവിടം വരെ ഓക്കെയാണ്. ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാം. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് ആണോ? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണോ? ഒന്നുമല്ല. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് തന്നെയാണ്, കൊമേഴ്സ് ഒന്നുമല്ല. ക്ലിയർ അല്ലേ? അവിടെ ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിന് സാധ്യതയുണ്ട് പ്രസ്താവന കൊടുക്കുകയാണെങ്കിൽ. മുന്നോട്ട് അടുത്ത വായിക്കാം. രണ്ടാമത്തെ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈ ആണ്. ഭാവനി എന്നറിയപ്പെടും. ഭാവനി എന്ന് പറയുമ്പോൾ ഭാരതീയ നഭിക്കിയ വൈദ്യുത് നിഗം ലിമിറ്റഡ്. ഒന്നുകൂടെ നോക്കണേ. ഭാരതീയ നഭിക്കിയ വൈദ്യുത് നിഗം ലിമിറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചെന്നൈ ആണ്. 2003 രൂപീകരിച്ചത്. നമ്മുടെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം ആയില്ല. 2003 ആയിട്ടില്ല. അവർ 2004 അവരുടെ കാലഘട്ടം ആരംഭിക്കുന്നത്. എന്താ എയിം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. വാക്കിൽ തന്നെ ഉണ്ടല്ലേ? നിങ്ങൾ നോക്കുക. ഇപ്പം ഇതൊരു നോർമൽ റിയാക്ടറാണ്. ഈ നോർമൽ റിയാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആലോചിച്ച് നോക്കാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്
10 വിചാരിക്കാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 10 അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 കൊടുക്കുന്ന ഇൻപുട്ട് 10 റിസൾട്ട് 5 ഇറ്റ് ഈസ് കോൾഡ് നോർമൽ. ചിലപ്പോൾ എന്താ ഈക്വൽ ആയിട്ട് വരാം. ചിലപ്പോൾ 10 കൊടുത്താൽ ചിലപ്പോൾ 9 കിട്ടാം, ചിലപ്പോൾ 10 കിട്ടാം. ഇറ്റ് ഈസ് കോൾഡ് നോർമൽ. ഓക്കെയാണ്, നോർമൽ അതായിരിക്കും. ഓക്കെ അല്ലേ? പക്ഷേ ഈ ഫാസ്റ്റ് ബ്രീഡർ എന്ന് പറയുമ്പം കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 10 കൊടുക്കുന്ന ഇൻപുട്ട് 10 കിട്ടുന്ന ഔട്ട്പുട്ട് 1000 ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകാൻ പറയുകയാണ്. കൊടുക്കുന്ന ഇൻപുട്ട് 10 കിട്ടുന്ന ഔട്ട്പുട്ട് 1000 10 ഇരട്ടി ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ്സ് എ ഡിഫറൻസ്. ദിസ് ഇസ് കോൾഡ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അത്രയുള്ള വ്യത്യാസം. ഇനി എന്താ അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയുമ്പോൾ ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് പ്രശ്നം എന്താ? റേഡിയേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഇറ്റ് ഹാവ് ഹൈ റേഡിയേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. രണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് എമിറ്റ് ചെയ്യും. ലാർജ് ഹീറ്റ് വാസ് എമിറ്റ്. ഇത് ആരെ അഫക്ട് ചെയ്യും? വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അഫക്ട് ചെയ്യും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ വരാം. ഓക്കെ അല്ലേ? അപ്പം ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ടിന് 10 ഇരട്ടി ഔട്ട്പുട്ട് തിരിച്ചു തരാം. പക്ഷെ നോർമൽ റിയാക്ടർ എന്ന് പറയുമ്പോഴോ 10 കൊടുത്താൽ അതിന്റെ പകുതി അല്ലെങ്കിൽ പകുതിക്ക് മേളിലേ തിരിച്ചു തരാൻ കഴിയുള്ളൂ. ദാറ്റ്സ് എ നോർമൽ റിയാക്ടറും ഫാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? അതിന് റേഡിയേഷൻ എമൗണ്ട് കൂടുതലായിരിക്കും. എമിറ്റ് ചെയ്യുന്ന ഹീറ്റ് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. ദീസ് ആർ ദി ഇഷ്യൂ ഇൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പ്രോ സൈഡ് ഉണ്ട്. പ്രോ സൈഡ് എന്താ? ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എനർജി സപ്ലൈ ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പ്രോസ് ആൻഡ് കോൺസ് ക്ലിയർ. എന്താ? ഹെഡ്ക്വാർട്ടേഴ്സ് 2003 ചെന്നൈയാണ്. ഭാരതീയ നബിക്കിയ വൈദ്യുത് നിഗം ലിമിറ്റഡ്. ഇതിന്റെയൊക്കെ ഹെഡ്മാരൊരു പൊളിറ്റീഷ്യന്മാരായിരിക്കും. പക്ഷെ പ്രവർത്തിക്കുന്നെല്ലാം കുറെ സയന്റിസ്റ്റുമാരും കാര്യങ്ങളും കാണാം. ക്ലിയർ അല്ലേ? വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്കിയേ. നോക്കൂ, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ്. 1967 ഹൈദരാബാദിൽ ഓപ്പൺ ചെയ്ത ഓർഗനൈസേഷനാണ്. നോക്കൂ, ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫോർ ദി ക്രിയേറ്റിംഗ് സ്ട്രോങ് ഇൻഡിജീനിയസ് ബേസ് ഇൻ ഇലക്ട്രോണിക്സ്. നമ്മൾ ഈ ഇന്ദിരാഗാന്ധിന്റെ രാജീവ് ഗാന്ധിന്റെ ഒക്കെ ഒരു കാലഘട്ടമുണ്ട്. ഒരു ഡെവലപ്മെന്റ് പീരീഡാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1950 1990 950 മുതൽ 990 വരെയുള്ള ഒരു പീരീഡുണ്ട്. അപ്പം 50 950 ഒരു 40 വർഷ കാലഘട്ടം. ശരിക്കും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? പരമാവധി കാര്യങ്ങളെ കടം മേടിക്കും. നമ്മുടെ ടെക്നോളജി ആയാലും റോക്കറ്റിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് ആയാലും ഒക്കെ കടം മേടിക്കും. അങ്ങനെ ആ സമയത്ത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിക്ക് എടുക്കുന്ന ഒരു തീരുമാനമാണ് പരമാവധി ഇൻഡിജീനിയസ് ആവണം എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് 100%. ഇപ്പൊ അത് തന്നെയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന മേക്ക് ഇൻ ഇന്ത്യ. ശരിയല്ലേ? പൂർണ്ണമായിട്ടും ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കുക. ഒരു പ്രോഡക്റ്റുകൾക്കും വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ടാകരുത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സെയിം സംഭവം തന്നെ ഇത് അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മറ്റൊരു പേരിൽ വന്നേക്കുന്നേ ഉള്ളൂ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് സ്ട്രോങ് ഇൻഡിജീനിയസ് സെറ്റപ്പിന് അന്ന് തന്നെ നെഹ്റുവും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി, എസ്പെഷ്യലി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പോലുള്ള ആൾക്കാരുകൾ ശ്രമിച്ചിരുന്നു സ്ട്രോങ് ഇൻഡിജീനിയസ്. കാരണം അന്നൊക്കെ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ISRO റോക്കറ്റ് മുകളിലോട്ട് വിടുന്ന സമയത്ത് ഒരു റോക്കറ്റിനകത്തുള്ള പാർട്സിൽ ഏകദേശം ഒരു 95% ഫോറിനായിരുന്നു. ISRO റോക്കറ്റ് വിദേശത്തേക്ക് വിടുന്ന സമയത്ത് ആ റോക്കറ്റിലെ 95% ഫോറിൻ പാർട്സ് ആയിരുന്നു. ഒരു പാർട്സ് അതിന്റെ ഒരു ഇത് പാർട്സ് എ, പാർട്സ് ബി. അപ്പൊ എ പാർട്സ് റഷ്യ, ബി പാർട്സ് സൗത്ത് അമേരിക്ക, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. അപ്പൊ റോക്കറ്റ് വിടുന്ന സ്ഥലം മാത്രം ഇന്ത്യ, ബാക്കി 95% എന്തായിരുന്നു? വിദേശ രാജ്യങ്ങളുടെ കോൺട്രിബ്യൂഷൻ. ഇത് ബുദ്ധിമുട്ടായി. ഒന്ന് അവർ എമൗണ്ട് കൂടുതൽ മേടിക്കുക, അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മളെ ഹാക്ക് ചെയ്യുക, അങ്ങനെ പല ഇഷ്യൂസ് ആയി. അങ്ങനെ ഇഷ്യൂസ് വന്നപ്പോഴാണ് ഒരു സ്ട്രോങ് ഇൻഡിജീനിയസ് ബേസ് വേണം. റോക്കറ്റ് മുതൽ അങ്ങ് ഏറ്റവും താഴെയുള്ള TV, അന്ന് മൊബൈലൊന്നുമില്ല, TV പോലെയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റുകളിലും തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു ഇൻഡിജീനിയസ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. 100%. ഇന്നായിട്ടില്ല, ഇന്നായി വരുന്നതേ ഉള്ളൂ അല്ലേ? ഇന്നിപ്പോ തിരിച്ചാണ്. ഇന്ന് സംഭവം നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു റോക്കറ്റ് വിട്ടാൽ 99% ഇന്ത്യയുടെ പാർട്സ് ആയിരിക്കും. ചിലപ്പോൾ 100%. 99% ഇന്ത്യയുടെ. അപ്പോൾ ഒരു റോക്കറ്റ് ഇന്ന് വിടുമ്പോൾ ISRO അല്ലെങ്കിൽ DRDO ISRO വിക്ഷേപിക്കുന്ന സമയത്ത് അതിൽ 99% പാർട്സും ഇന്ത്യന്നായിരിക്കും. അങ്ങനെ ഡെവലപ്മെന്റ് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനെ ശരിക്കും ചുക്കാൻ പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ഇത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ECIL ആണ്. 1967 ഓപ്പൺ ചെയ്തു. ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്. ഇറ്റ് ഈസ് വാക്കിൽ തന്നെയുണ്ട്. എന്താ പർപ്പസ്? ഇലക്ട്രോണിക്സ് ഇൻഡിജീനിയസ് ആയിരുന്നു പർപ്പസ്. ഇലക്ട്രോണിക്സ് ഇൻഡിജീനിയസ് ക്രിയേഷൻ. ഇൻഡിജീനിയസ് മീൻസ് fully purpose to India. Clear അല്ലേ?
അടുത്തത് നമ്മൾ ഇന്ത്യൻ റെയർ എർത്ത്. ഓക്കെ, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ IREL. ഏറ്റവും പ്രധാനപ്പെട്ട ലാഭം ഉണ്ടാക്കുന്ന, നേരത്തെ നമ്മളൊരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചായിരുന്നോ? അറ്റോമിക് ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഓർഗനൈസേഷനെ പഠിച്ചില്ലേ? അറ്റോമിക് എക്സ്പ്ലോറേഷൻ നമ്പർ 949 ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചായിരുന്നല്ലോ. തുടക്കത്തിൽ ആദ്യം പഠിച്ചിരുന്ന പോയിന്റ് അറ്റോമിക് മിനറൽസ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ്. ശരിക്കും ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണത്. ആ ഒരു ഓർഗനൈസേഷന്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് എന്താണ്? ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. റെയർ എർത്ത് ലിമിറ്റഡ് പറഞ്ഞുതരാം, ഒന്ന് വായിച്ചോട്ടെ. ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ്. PSU എന്ന് വെച്ചാൽ ശരിക്കും പബ്ലിക് സെക്ടർ യൂണിറ്റുകൾക്ക് നമ്മൾ ഒഫീഷ്യലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് PSU. പത്രങ്ങളിലൊക്കെ ഈ വാക്കാണ് എപ്പോഴും കാണുന്നത്. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫോർ മൈനിങ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ബീച്ച് സാൻഡ് മിനറൽ, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1950. 1950. നോക്കൂ, ബീച്ച് സാൻഡ് മിനറലുമായി ബന്ധപ്പെട്ട് ബീച്ച് സാൻഡ് മിനറൽസിനെ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ഇത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്. ഓക്കെ, ഇതുവരെ എക്സ്പ്ലോറേഷൻ ആണ് നടത്തുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോക്കൂ, ഫസ്റ്റ് യൂണിറ്റ് ഓഫ് IREL ആലുവ റെയർ എർത്ത് ഡിവിഷൻ. ബാക്കിയുള്ള യൂണിറ്റ് ആണ് നമ്മുടെ ചവറയിൽ ഒരെണ്ണമുണ്ട്. ഈ കൊല്ലത്ത് ശങ്കരമംഗലം ഭാഗത്ത് ചവറ എന്നൊരു സ്ഥലമുണ്ട്. കൊല്ലം ടു ആലപ്പുഴ ഹൈവേയിൽ ശങ്കരമംഗലം ചവറ എന്നൊരു സ്ഥലമുണ്ട്. ആ ചവറയിൽ KMML കുറിച്ച് കേട്ടിട്ടുണ്ടോ? KMML കുറിച്ച് സെയിം സംഭവം അത് തന്നെ. ചവറ KMML സംഭവം അത് തന്നെ. അതാണ് ഇതിന്റെ യൂണിറ്റ്. ഇസ് അതർ യൂണിറ്റ് ഓഫ് IRL. ഓക്കെ അല്ലേ? അപ്പൊ സംഭവം തന്നെ. നോക്കൂ, ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ IREL ആണ്. മൈനിങ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ബീച്ച് സാൻഡ് മണൽ, കടലുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബീച്ച് സാൻഡ് മണലിന്റെ എക്സ്പ്ലോറേഷൻ, അതുമായി ബന്ധപ്പെട്ട അയിരുകളെ അല്ലെങ്കിൽ ഓറുകളെ എക്സ്ട്രാക്ട് ചെയ്യുക. 1950 ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് IRL എന്താണ്? ആലുവ റെയർ എർത്ത് ഡിവിഷൻ ആണ്. അതർ യൂണിറ്റുകൾ ചവറയിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഒഡീഷയിൽ ഒരെണ്ണമുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. മണവാളക്കുറിഞ്ചി, തമിഴ്നാട്ടിലെ മണവാളക്കുറിഞ്ചി, പിന്നെ ഒഡീഷയിൽ ഒരെണ്ണമുണ്ട്. അപ്പൊ പ്രസ്താവന ചോദ്യം ചോദിക്കാം, വൺ വേഡ് ചോദ്യം ചോദിക്കാം. IRL രൂപീകരിച്ച വർഷം, അതുപോലെ IRLന്റെ ആദ്യ യൂണിറ്റ് എവിടെയാണ്, അതുപോലെ 4 പ്രസ്താവന കൊടുക്കാം. അവിടെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് IREL? ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് രൂപീകരിച്ച വർഷം 1950. ടാർഗറ്റ് ബീച്ച് സാൻഡ് മിനറൽ സെപ്പറേഷൻ, അതായത് കടൽ തീരങ്ങളിലെ മിനറലിനെ സെപ്പറേറ്റ് ചെയ്യുക. 1950 ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ആദ്യ ഡിവിഷൻ കേരളത്തിലെ ആലുവയിലും, അതർ യൂണിറ്റ്സുകൾ ചവറയിലും, ഒഡീഷയിലും, തമിഴ്നാട്ടിലെ മണവാളക്കുറിഞ്ചിയുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ കടൽ തീരങ്ങളിലും എക്സ്പ്ലോർ ചെയ്യാൻ സംഭവം കാണൂല. എല്ലാ കടൽ തീരങ്ങളിലും എക്സ്പ്ലോറേഷൻ പോസിബിൾ അല്ല. പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. ക്ലിയർ? അപ്പൊ അത്രയും കേരള മിനറൽസ് അത് തന്നെ പാർവതി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇതൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതൂടെ പറയുമ്പോൾ ആ സെഷൻ അവിടെ അങ്ങ് തീരും. ഇതൂടെ അങ്ങ് പറയട്ടെ. അപ്പൊ ആ പബ്ലിക് സെക്ടർ യൂണിറ്റ് അവിടെ അങ്ങ് തീരും. ഇതൂടെ പറയുകയാണെ നോക്കൂ. അടുത്ത നോക്കാം. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ക്യാപിറ്റൽ UCIL. യുറേനിയം കോർപ്പറേഷൻ എന്ന് കാണുമ്പോഴേ മനസ്സിലായി കാണും എന്താ ലക്ഷ്യം. യുറേനിയം എക്സ്പ്ലോറേഷൻ, യുറേനിയത്തെ കുഴിച്ചെടുക്കൽ എന്നിട്ട് കൊടുക്കൽ. ശരിയല്ലേ? യുറേനിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫീൽഡ് ഏതാ? ന്യൂക്ലിയർ റിസർച്ച് ഫീൽഡാ. നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ റിസർച്ചിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഒരു യുറേനിയം. ശരിയല്ലേ? യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. എന്താ ലക്ഷ്യം? ഇറ്റ് ഈസ് എ പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫോർ യുറേനിയം മൈനിങ് ആൻഡ് പ്രോസസിംഗ് എന്ന് പറഞ്ഞു. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എപ്പോഴാ? 1967. എലോങ് വിത്ത് ദി ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. എവിടെ ഹെഡ് ക്വാർട്ടേഴ്സ്? ജാർഖണ്ഡിലെ ജാദുഗുഡ. എന്താ ജാദുഗുഡയുടെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം കാണപ്പെടുന്ന സ്ഥലം. ദി പ്ലേസ് വിച്ച് ഹയസ്റ്റ് എമൗണ്ട് യുറേനിയം ഡിപ്പോസിഷൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഡിപ്പോസിഷൻ കാണുന്ന സ്ഥലമാണ് ജാർഖണ്ഡിലെ ജാദുഗുഡ. ജോഗ്രഫിയിൽ പഠിക്കും. ജോഗ്രഫിയിൽ നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ട് മിനറൽസ്. അവിടെ പഠിക്കും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഡിപ്പോസിഷൻ കാണുന്ന സ്ഥലമാണ് ഇത്, ജാർഖണ്ഡിലെ ജാദുഗുഡ. അതുകൊണ്ട് ആ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റി തന്നെയാണ് സർക്കാർ അങ്ങനെ ഒരു ഓർഗനൈസേഷനെ രൂപീകരിച്ചിരിക്കുന്നത്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പബ്ലിക് സെക്ടർ യൂണിറ്റ് ഫോർ യുറേനിയം മൈനിങ് ആൻഡ് പ്രോസസിംഗ് ആണ്. സർക്കാരിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 1967 ഓപ്പൺ ചെയ്തു. അപ്പോൾ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിലാണോ? അതെ, കറക്റ്റ് ആണ്.
അത് പ്രവർത്തിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്? ഇറ്റ് ഈസ് അണ്ടർ ദി അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് 1967 ആണോ? കറക്റ്റ് ആണ്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ജാദുഗുഡയാണോ? ജാർഖണ്ഡിലെ ജാദുഗുഡയാണ്. ബിക്കോസ് ജാർഖണ്ഡ് ആവ് ദി ഹയസ്റ്റ് എമൗണ്ട് യുറേനിയം ഡിപ്പോസിഷൻ ഇൻ ഇന്ത്യ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പൊ അത്രയൊന്നും നോക്കിക്കൊണ്ടുവരും അടുത്ത ക്ലാസ്സിലേക്ക്. പബ്ലിക് സെക്ടർ യൂണിറ്റ് അണ്ടർ യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 90. അത് പറഞ്ഞില്ല അല്ലേ? പറഞ്ഞുതരാം, ഒരു സെക്കൻഡേ. അതുകൂടെ പറയാം. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പറും ബാക്കിയുള്ള അഡീഷണൽ പോയിന്റ് പറഞ്ഞുതരാം. യുറേനിയത്തിന്റെ ഒരു 3 പോയിന്റ് എഴുതും അഡീഷണൽ. എഴുതേ. യുറേനിയം അറ്റോമിക് സിമ്പൽ യു എഴുതി വാ. യുറേനിയത്തിന്റെ 3-4 പോയിന്റ് എഴുതുവോ? യുറേനിയം ഏതാ? സിമ്പൽ യു ആണ്. അറ്റോമിക് നമ്പർ 92. അറ്റോമിക് നമ്പർ 92 ആണ്. എഴുതുക. അറ്റോമിക് നമ്പർ 92. അറ്റോമിക് നമ്പർ 92. യുറേനിയത്തിന്റെ ഓറ് അല്ലെങ്കിൽ അയിരികൾ എഴുതുന്നത്. ഓർ എന്താ? പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിന്റെ ഓറ് പിച്ച് ബ്ലെൻഡ്. കിട്ടിയോ? യുറേനിയം സിമ്പൽ യു, അറ്റോമിക് നമ്പർ 92. യുറേനിയത്തിന്റെ അയിര് അല്ലെങ്കിൽ ഓറ് പിച്ച് ബ്ലെൻഡ്. ഫാദർ ഓഫ് യുറേനിയം മാർട്ടിൻ ക്ലാപ്രോത്ത്. 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 പിന്നെ ഉള്ളത് ഫ്യൂച്ചർ ഫ്യൂവൽ, ഫ്യൂച്ചർ മെറ്റൽ അല്ലല്ല, ഫ്യൂച്ചർ മെറ്റൽ അല്ല, ഹോപ്പ് മെറ്റൽ. ഫ്യൂച്ചർ വേറെ. ഇത് കൊടുത്താൽ ഇവിടെ എഴുതാം ഹോപ്പ് മെറ്റൽ, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രതീക്ഷയുടെ ലോഹം. ഹോപ്പ് മെറ്റൽ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നു ആരാ? യുറേനിയം. ഹോപ്പ് മെറ്റൽ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നു യുറേനിയം. യുറേനിയം അറ്റോമിക് നമ്പർ 92. പിതാവ് മാർട്ടിൻ ക്ലാപ്രോത്ത്. യുറേനിയത്തിന്റെ ഓറ് അല്ലെങ്കിൽ അയിരിന്റെ പേര് പിച്ചുബ്ലെൻഡ്. ഹോപ്പ് മെറ്റൽ അതായത് പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നു. ഹോപ്പാണ് പ്രതീക്ഷ. പക്ഷെ ഫ്യൂച്ചർ മെറ്റൽ എന്നറിയപ്പെടുന്ന ആരാടെ? ഇത് വേറെ ഐറ്റമാണ്. ഫ്യൂച്ചർ മെറ്റൽ എന്നറിയപ്പെടുന്ന മറ്റൊരാളാണ്. അതാരാത്? അത് ടൈറ്റാനിയം ആണ് കേട്ടോ. ഫ്യൂച്ചർ മെറ്റൽ ടൈറ്റാനിയം. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഫ്യൂവൽ ആരാടെ? ഹൈഡ്രജൻ. ഫ്യൂച്ചർ ഫ്യൂവൽ ഹൈഡ്രജൻ. കിട്ടിയായിരുന്നു? ഫ്യൂച്ചർ മെറ്റൽ ടൈറ്റാനിയം, ഫ്യൂച്ചർ ഫ്യൂവൽ ഹൈഡ്രജൻ. ഹോപ്പും ഫ്യൂച്ചറും കൂടെ തിരിയായിരുന്നു. ഫ്യൂച്ചർ വേറെ, ഹോപ്പ് വേറെ. രണ്ടർത്ഥമായിട്ടാണ് കെമിസ്ട്രിയിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സയൻസ് ഉണ്ടെങ്കിൽ കാണുന്നത്. ഫ്യൂച്ചർ മെറ്റൽ ടൈറ്റാനിയം, ഹോപ്പ് മെറ്റൽ എന്നറിയപ്പെടുന്നു. ഹോപ്പിന്റെ മലയാളമാണെങ്കിൽ പ്രതീക്ഷയുടെ ലോഹം അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ലോഹം എന്നാണ് കേട്ടോ. പ്രതീക്ഷയുടെ ലോഹം എന്നാണ്. ഹോപ്പ്, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഭാവിയിലെ ലോകം. ഫ്യൂച്ചർ മെറ്റൽ ഭാവിയുടെ ലോകം, പ്രതീക്ഷയുടെ ലോകം. രണ്ടാണ്. ഫ്യൂച്ചർ മെറ്റൽ ടൈറ്റാനിയം ഭാവിയിലെ ലോകം, പ്രതീക്ഷയുടെ ലോകം ഹോപ്പ് മെറ്റൽ യുറേനിയം. ഓക്കെ അല്ലേ? പിന്നെ ജാദുകൂട എഴുതിയായിരുന്നല്ലോ നമ്മൾ, ജാദുകൂട. ഓക്കെ, അത് മതി. ഫ്യൂച്ചർ ടൈറ്റാനിയം. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നോക്കിക്കൊണ്ട് വരുമോ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? എക്സാമിനെ പറ്റിയോ സിലബസിനെ പറ്റിയോ പഠിച്ചതിനെ പറ്റിയോ പഠിപ്പിച്ചതിനെ പറ്റിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ഇടാം. ഞാൻ അപ്പോഴേക്ക് എൻഡ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ എൻഡ് ചെയ്യാം. നിഷി ഓക്കെയാണ്. ഷെറിൻ, വിനീത, വന്ദന, വിഷ്ണുപ്രിയ, ദിവ്യ, വിസ്മയ, ശ്രുതി. ഓക്കെ, അപ്പൊ ക്ലോസ് ചെയ്യാം. അത്രയും നോക്കിയുണ്ടോ? ഓക്കെ, താങ്ക് യു.